ഈ പുഴയും കടന്ന് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇത്രയും കാലം നമ്മൾ ആകാംക്ഷയോട് കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് തന്നെ വന്നിരിക്കുകയാണ്. ജയബാലൻ ഇത്രയും കാലം തൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ആ ഒരു നടുക്കുന്ന സത്യം കാവേരിയും ഗംഗയും തിരിച്ചറിയുന്നുണ്ട്. ജയബാലന്റെ തനി നിറം പുറത്തു വരുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ അരവിന്ദന്റെ ഉറ്റ കൂട്ടുകാരൻ നാരായണൻ വീട്ടിലേക്ക് വരും. അരവിന്ദൻ ദുബായിൽ ഉപയോഗിച്ചിരുന്ന കുറേയധികം സാധനങ്ങളൊക്കെ ആ ഒരു പെട്ടിയിലുണ്ടായിരുന്നു. ആ ഒരു പെട്ടിയും കൊണ്ടായിരിക്കും വരുന്നത്. പെട്ടി കൊണ്ടുകൊടുക്കാൻ വന്നതായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, അരവിന്ദന് പ്രിയപ്പെട്ട ഒരു പാട്ടിൻ്റെ കാസറ്റും കാര്യങ്ങളാണ് നാരായണൻ എത്തിച്ചത്. ആ കാസറ്റ് അരവിന്ദന് വേണ്ടിയിട്ട് ആ വീട്ടുകാർക്ക് കൈമാറാണ്. അരവിന്ദന് അത്രമേൽ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്. ജനിച്ചിരുന്നപ്പോൾ തന്നെ പല തവണ ചോദിച്ചിട്ടും നാരായണൻ അത് കൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ അരവിന്ദൻ പോയതോടുകൂടി തന്നെ മനസ്സിന് ഭയങ്കര വിഷമമായി. അങ്ങനെയാണ് ആ ഒരു കാസറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഗംഗ ടൈപ്പ് റെക്കോർഡ് കൊണ്ടുവന്നിട്ട് ആ ഒരു കാസറ്റ് അതിലിട്ട് പാട്ട് പ്ലേ ചെയ്തപ്പോൾ ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അരവിന്ദന് ഇങ്ങനെയുള്ള പാട്ടുകളോടാണ് പ്രിയമെന്ന് ശാരദയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. രാധമ്മക്കും ഗംഗമ്മക്കും യമുനക്കൊക്കെ എല്ലാവർക്കും ആ ഒരു പാട്ട് കേട്ടപ്പോൾ വല്ലാത്ത വിങ്ങലായിരുന്നു. ഒടുവിൽ നാരായണൻ പോകുന്നതിന് മുൻപേ തന്നെ 3 ലക്ഷം രൂപ വീട്ടുകാരെ ഏൽപ്പിക്കുന്നുണ്ട്. അരവിന്ദൻ അവിടെ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് എന്നും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മകളും നാരായണൻ അവരോട് പങ്കുവെച്ചു. അദ്ദേഹം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കാവേരി പിന്നാലെ ചെന്നിട്ട്, അങ്കിൾ ഒരു മിനിറ്റ്, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. എന്താ മോളെയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അച്ഛൻ അവിടെ കമ്പനിയിൽ വല്ല പ്രശ്നമുണ്ടായിരുന്നോ എന്നായിരുന്നു കാവേരിയുടെ ചോദ്യം. ജോലി സംബന്ധമായ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നോ, ശമ്പളം കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ അവൾ തിരക്കി. എന്നാൽ അരവിന്ദൻ അവിടെ ജോലിയിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും 2-3 മാസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ അരവിന്ദന് അവിടെ പ്രൊമോഷൻ കിട്ടുമായിരുന്നു എന്നാണ് നാരായണൻ പറഞ്ഞത്. കൃത്യസമയത്ത് ശമ്പളവും കിട്ടിയിരുന്നു, അതൊക്കെ അയച്ചു കൊടുക്കുന്നുമുണ്ടായിരുന്നു. കാവേരി നാരായണനിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. എവിടെയോ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ജയബാലൻ തങ്ങളെ പറ്റിക്കാണ്. ഈ സമയത്ത് തന്നെ ശാരദയും മറ്റുള്ളവരെല്ലാം ചേർന്ന് കൊടുത്തിന് അരവിന്ദൻ്റെ ബാഗ് തുറന്നു നോക്കുകയായിരിക്കും. അതിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സും പഴയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആൽബവും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശാരദയുടെയും രാധമ്മയുടെയും ഉള്ളുലഞ്ഞു. നോക്കമ്മേ, അരവിന്ദേട്ടൻ നിൽക്കുന്ന ഈ ഫോട്ടോ കണ്ടോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ നിളയും ഓടി വന്ന് അച്ഛൻ്റെ കൂടെ താൻ നിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി. അരവിന്ദൻ തൻ്റെ കുടുംബത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവർ ഓരോ നിമിഷവും ഓർക്കുകയാണ്. ഈ നേരത്താണ് മറ്റൊരു ബാഗിൽ നിന്നും കാവേരിക്ക് അച്ഛൻ്റെ പഴയൊരു ഡയറി കിട്ടുന്നത്. അവൾ അത് തുറന്നു നോക്കിയിട്ട് ആകെ ഞെട്ടിപ്പോയി. അതിൽ വരവ് ചെലവ് കണക്കുകൾ അത്ര കൃത്യമായി തന്നെ എഴുതി വെച്ചിരുന്നു. അവൾ വേഗം ഗംഗയെ വിളിച്ചു വരുത്തി. എല്ലാ മാസത്തെയും കണക്കുകൾ അതിലുണ്ട്. ജയബാലൻ അങ്കിളിൻ്റെ പേരിൽ അയച്ചു കൊടുത്ത ആ ഒരു പണത്തിൻ്റെയും ചിട്ടിയുടെയും വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ അതിൽ എഴുതി വെച്ചിരുന്നു. പക്ഷേ ജയബാലൻ അങ്കിൾ നമ്മളോട് പറഞ്ഞ പൈസ അയക്കുന്നില്ല എന്നാണല്ലോ. ഇവിടെ എന്തോ വലിയ ചതി നടക്കുന്നില്ല എന്ന് കാവേരി ഉറപ്പിച്ചു. അവൾ ഗംഗയോട് പറഞ്ഞു, ഇതിൻ്റെ പിന്നിലെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കും. തോട്ടം വാങ്ങാനായി അച്ഛൻ കൊടുത്ത അഡ്വാൻസിൻ്റെ കണക്കും ഇതിലുണ്ട്. പണം കൊടുത്തിട്ടില്ല എന്ന് നുണ പറഞ്ഞ് ജയബാലൻ അങ്കിൾ അച്ഛനെ വഞ്ചിക്കുമായിരുന്നു. അച്ഛൻ അയാളെ അത്രമേൽ വിശ്വസിച്ചിരുന്നു. ഇത് ചോദിക്കാതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാവേരി നേരെ ജയബാലൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിലുടനീളം അവൾ അച്ഛൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ചും വീട് വിട്ട് ഇറങ്ങി വന്ന ആ ഒരു ഗതികേടിനെക്കുറിച്ചെല്ലാം തന്നെ ഓർത്തു വേദനിച്ചു. ജയബാലൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പ്രവീണയാണ് വാതിൽ തുറന്നു കൊടുത്തത്. ജയബാലൻ അങ്കിളിനെ കാണണമെന്ന് കാവേരി കർക്കശമായി പറഞ്ഞു. യമുനയുടെ ഫീസ് അടക്കാൻ പൈസ ചോദിക്കാൻ വന്നതാകുമെന്ന പുച്ഛത്തോടു കൂടി തന്നെ ജയബാലൻ പുറത്തേക്ക് വന്നു. എന്നാൽ കാവേരിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡയറി കണ്ടപ്പോഴേക്കും അയാളുടെ മുഖം വല്ലാതങ്ങ് മാറി. നാരായണൻ അങ്കിൾ തന്ന ഡയറിയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നും അച്ഛൻ അയച്ച പണമൊക്കെ അങ്കിൾ എന്തു ചെയ്തുവെന്നും കാവേരി ജയബാലൻ്റെ മുഖത്തു നോക്കിയിട്ട് ആഞ്ഞടിച്ച് ചോദിച്ചു. തോട്ടം വാങ്ങാൻ കൊടുത്ത അഡ്വാൻസ് പണത്തെക്കുറിച്ചും അവൾ എടുത്തു ചോദിച്ചു. അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ ആർക്കും ചോദിക്കാൻ ആരുമില്ല എന്ന് കരുതേണ്ടെന്ന് അവൾ താക്കീത് നൽകി. അച്ഛൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് പറഞ്ഞ് നടന്ന് ഇങ്ങനെ ചതിക്കാൻ എങ്ങനെ തോന്നിയെന്നൊക്കെ അവൾ ചോദിക്കാണ്. എനിക്കറിയണം, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പണമെല്ലാം തന്നെ എവിടെ പോയി എന്ന്. നിങ്ങളറിയാതെ ഇവിടെ നിന്നും എവിടേക്കും പോവില്ല എന്നും കാവേരി തറപ്പിച്ചു പറഞ്ഞു. കാവേരി ചില്ലറക്കാരിയല്ല എന്നും തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ അവൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കിയ ജയബാലൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാവേരിയുടെ ആവേശത്തിനു മുന്നിൽ ഒരു നിമിഷം പതറിപ്പോയെങ്കിലും ജയബാലൻ വേഗം തന്നെ തൻ്റെ സ്വാഭാവികമായ ആ ഒരു കുരുട്ടുബുദ്ധി വീണ്ടെടുത്തു. അയാൾ ഒരു കപട ചിരിയോടുകൂടെ തന്നെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. പ്രവീണയെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് കാവേരിയെ നോക്കി പറഞ്ഞു, എടാ മോളെ, നിന്റെ അച്ഛൻ ഗൾഫിലിരുന്ന് എന്തൊക്കെയോ ഡയറിൽ കുറിച്ചു എന്ന് കരുതി അതൊക്കെ പണമായി എൻ്റെ പെട്ടിയിൽ ഇരിക്കുകയാണെന്ന് നീ വിചാരിക്കരുത്. കണക്കുകൾ എഴുതാൻ എളുപ്പമാണ്, പക്ഷേ ആ പണം ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന നൂലാമാലകളൊന്നും നിനക്കറിയില്ല. എന്നാൽ കാവേരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ ആ ഡയറിയിലെ ഒരു പേജും മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ അയാളുടെ മുഖത്തേക്ക് നീട്ടി. അങ്കിളെ, ഇതിൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടന്ന നമ്പറുകൾ വരെ അച്ഛൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പോകുന്ന ഒരാൾക്ക് മണ്ടത്തരങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
അങ്കിൾ വിചാരിച്ചത് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നതോടുകൂടി തന്നെ ഈ രഹസ്യങ്ങളെല്ലാം തന്നെ മണ്ണടിച്ചും പോയി എന്നാണ്. പക്ഷേ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഓരോ രൂപക്കും അങ്കിൾ ഇനി മറുപടി പറയേണ്ടി വരും. സംഭവം വഷളാവുന്നത് കണ്ട പ്രവീണ ജയബാലനെ ഒന്ന് തള്ളിപ്പറയാൻ ശ്രമിച്ചു. ജയബാലേട്ട, കുട്ടി ഇത്രയും തെളിവ് നിരത്തുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? സത്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. ഇത് കേട്ടപ്പോൾ ജയബാലൻ്റെ നിയന്ത്രണം വിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. നീയും കൂടി തുടങ്ങിയോ? എങ്കിൽ കേട്ടോ, ആ തോട്ടം അച്ഛൻ വാങ്ങാൻ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ്. പക്ഷേ ആ പണം ഞാൻ മറ്റൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അത് പൊളിഞ്ഞുപോയി. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. കാവേരിയുടെ കണ്ണുകളിൽ പുച്ഛം നിറഞ്ഞു. ഞങ്ങളെ സഹായിക്കാനൊന്നല്ല, ഞങ്ങളെ തെരുവിലിറക്കാനാണ് അങ്കിൾ ശ്രമിച്ചത്. അച്ഛൻ വിശ്വസിച്ചേൽപ്പിച്ച ആ പണം അങ്കിളുടെ സ്വന്തം ആവശ്യത്തിനെടുത്തു. ആ തോട്ടത്തിന്റെ ആധാരവും അച്ഛൻ അങ്കിളിന് അയച്ചു തന്ന ആ ഒരു പണവും മര്യാദക്ക് തിരിച്ചു തന്നില്ല എങ്കിൽ ഈ ഡയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അച്ഛൻ മരിച്ചെങ്കിലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ ഓർമ്മകൾ ബാക്കിയുണ്ട് എന്ന് പറയാണ് കാവേരി. അവളുടെ ഉറച്ച സ്വരത്തിനു മുന്നിൽ ജയബാലൻ ആകെ നിശബ്ദനായി. കാവേരി പുറത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ തൻ്റെ അച്ഛനോടുള്ള സ്നേഹവും നീതി നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യവും തിളങ്ങുന്നുണ്ടായിരുന്നു. ജയബാലൻ്റെ ചതിയുടെ കോട്ടകൾ തകരുന്ന കാഴ്ചയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ആ ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. അച്ഛൻ കണ്ട സ്വപ്നങ്ങൾ കാവേരി ഓരോന്നോരോന്നായി തിരിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ പുഴയും കടന്ന് സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.